ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ചില ഇടങ്ങളിൽ മുസ്ലിം ലീഗുകാർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, നിങ്ങളുടെ സാക്ഷാൽ ശശി തരൂർ എന്താ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? അദ്ദേഹത്തിന് BJPയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതും പോട്ടെ, നിങ്ങളുടെ നേതാക്കന്മാർ ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അതിന് സംഭാവന കൊടുത്തിട്ട് അത് അഭിമാനമായി കാണുന്നു എന്ന് പറയുന്ന MLA ഇതുവരെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലല്ലോ. നിങ്ങൾ ഒരേ സമയത്ത് ഈ വർഗീയതയൊക്കെ താലോലിച്ച് കൊണ്ടുപോകുന്ന നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഞാനതാ ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ വോട്ട് കൂട്ടത്തോടെ ചില സമയത്ത് BJPക്ക് കൊടുക്കും, ചില സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കും, എന്നിട്ട് അവരുടെയൊക്കെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കും. അല്ലാതെ സംഘടനാപരമായി നിങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഒരു നടപടിയും നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ശരിയായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല. വർഗീയതക്കെതിരെ നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനവും എതിരാളികളെ ആക്ഷേപിക്കുകയും പുച്ഛിക്കുകയും അവർക്കെതിരെ നുണപ്രചരണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നോക്കൂ, നിങ്ങൾ ദേശീയ നേതാവായി പറഞ്ഞയച്ച KC വേണുഗോപാൽ ഇവിടെ നിന്നൊരു MP ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ രാജ്യസഭയിലെ ഒരു സീറ്റ് BJPക്ക് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പോലുമാണ് ശശി തരൂർ പറഞ്ഞത്. അവിടെ നടത്തിയ ആക്ഷേപം നമുക്കറിയാലോ. ബീഹാറിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്നുള്ളതല്ല, നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള വലിയ ഇന്ത്യ സഖ്യവുമായി ചേർന്നാണ് ഞങ്ങളും മത്സരിച്ചത്. അവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ കാണിച്ച താല്പര്യം എന്താണ്? നിങ്ങൾ പണത്തോടും രാഷ്ട്രീയ അധികാരത്തോടുമാണ് താല്പര്യം കാണിച്ചത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ കമന്റുകളൊക്കെ ഓർമ്മയില്ലേ? KC വേണുഗോപാൽ ഉൾപ്പെടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയി വെറുതെ ഈ ചർച്ചയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണ്ട. വേണ്ട, നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ ഇത്. എത്ര സ്റ്റേറ്റ്മെന്റുകളുണ്ട്. നിങ്ങൾ ASFന്റെ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. നിങ്ങളുടെ KC വേണുഗോപാൽ ആർക്കാണ് സീറ്റ് കൊടുത്തത് എന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എന്തിനു വേണ്ടിയാ സീറ്റ് കൊടുത്തത് എന്നുള്ളത്? ഇതൊക്കെ ഈ രാജ്യത്ത് ചർച്ച ചെയ്തതാണെന്നേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല ലക്ഷ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ആളുകൾക്ക് നേതാക്കന്മാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ അജണ്ട. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ BJPയിലേക്ക് ആളുകൾ പോകുന്നത്. നിങ്ങൾക്ക് BJP എതിർക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു നിലപാട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു എന്താണ്, ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നുണ്ട്, എന്നാൽ അവരുമായി സഖ്യമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ മലയാളം? നിങ്ങളത് ഉറപ്പിച്ച് പറയോ എന്നുള്ളത് എൻ്റെ ചോദ്യം. അത് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടില്ല. ഈ ജില്ലയിലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാലോ, നിങ്ങൾക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാലോ, ഈ ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് സഖ്യമില്ല എന്ന് നിങ്ങൾക്ക് പറയുന്നതിന് എന്തിനാ മടി കാണിക്കുന്നത്? അങ്ങനെയുള്ള സഖ്യമുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നെങ്കിലും പറ. അപ്പോൾ അതൊരു ഹീറോയിസമായി നമുക്ക് അംഗീകരിക്കാം. ആ സഖ്യം തെറ്റാണെന്ന് പറ, അത് അംഗീകരിക്കില്ലെന്ന് പറ. ജമാഅത്തെ ഇസ്ലാമിക്കാരനെ വോട്ട് ചെയ്ത് അധികാര കസേരയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറയാം. സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ആളുകളെ വെച്ച് അവരുടെ ഫോട്ടോ വെച്ച് ഇപ്പോഴും സമരം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറ. അപ്പോഴല്ലേ ഈ കേരളത്തിൽ മതനിരപേക്ഷവാദികൾക്ക് ഒരു കരുത്തുണ്ടാകൂ. അങ്ങനെയാകുമ്പോഴല്ലേ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തിന് ജനങ്ങൾ ഒരു വില കൽപ്പിക്കൂ. അതിന് നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഏതോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ച് അപ്പാടെ അത് ചർച്ച ചെയ്യണമെന്ന് പറയാ. നിങ്ങളുടെ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. ഇവിടെ 5ഓളം നേതാക്കന്മാർ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിങ്ങൾ പുറത്താക്കിയോ അകത്താക്കിയോ എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അത് വെച്ച് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അപ്പാടെ അങ്ങനെയാണ്, എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്തു പോകണം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചോ? ഞങ്ങൾ സ്വീകരിക്കില്ല. അതാ വ്യക്തി ചെയ്ത കാര്യമാണ്, അതിനെ നിങ്ങൾ തിരുത്തണം, അതിനെ മാറ്റി നിർത്തണം എന്നുള്ളതല്ലേ ഞങ്ങൾ പറയാ. അതപ്പാടെ കോൺഗ്രസ് ആകെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കാറുണ്ടോ? ഇല്ല. ശബരിമല എന്നല്ല, എവിടെയും ആരും ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും ആ തെറ്റിനെ ന്യായീകരിക്കില്ല. ഞങ്ങളുടെ ഭരണമുള്ള സമയത്ത് തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നതും കുറ്റമറ്റ രീതിയിൽ ഏത് പ്രതികളാണെങ്കിലും ആ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തണമെന്നുള്ള നിലപാടും സ്വീകരിക്കുന്നത്. അവിടെയൊക്കെ തെളിമയുള്ള നിലപാട് സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. എന്നാൽ ഇതല്ല. ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ നാടിനെ അപ്പാടെ വർഗീയവൽക്കരിക്കാൻ, ധ്രുവീകരിക്കാൻ എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. അപകടകരമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ആ രാഷ്ട്രീയത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കുകയാണ്, അവരെ കൂടെ ചേർക്കുകയാണ് നിങ്ങൾ.
അതാണ് തെറ്റ് എന്ന് പറയുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്ന മതപണ്ഡിതരെയാണ് ഏതോ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അവരെ അറിയില്ല എന്ന് പറയുന്നത്, അവർ മാർക്സിസ്റ്റുകാരാണ് എന്ന് പറയുന്നത്. നിജേഷിനോട് ചോദിച്ച വളരെ ചെറിയൊരു ചോദ്യം, നിജേഷിനോട് വസീഫ് ചോദിച്ച ചോദ്യം, നിങ്ങൾ സഖ്യമുണ്ടെന്ന് പരസ്യമായി സഖ്യമുണ്ടെന്ന് പറയാൻ തയ്യാറാണോ നിജേഷ്? അല്ല, വസീഫിന്റെ പ്രസംഗം കേൾക്കാൻ എന്തിനാ വെറുതെ എന്നെ ഈ സമയത്ത്? അല്ല, ഒറ്റ ചോദ്യം നിജേഷ്, ഒറ്റ ചോദ്യം, സഖ്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ സഖ്യമുണ്ടോ? അല്ല, വസീഫ് വസീഫിന് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, രാഷ്ട്രീയ ആദർശമൊക്കെ പറയും, പക്ഷെ പൈസ വേണം. അത് ഞങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞ വസീഫിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. വസീഫെ അത് തന്നെയാ വസീഫെ പത്മകുമാറിന്റെ പ്രശ്നം, പണമാണ് പ്രശ്നം. എവിടുന്നാ കിട്ടുക? അത് അത് കുറച്ച് അടുത്ത് എടുത്ത് കൊണ്ടുപോകാം. നിങ്ങൾ നരേന്ദ്രമോദിയെ നേരിട്ട് വാങ്ങി പത്മകുമാർ ഈ വ്യത്യാസം മാത്രമേ നിങ്ങളുള്ളൂ. സമയപരിമിതി മൂലം നിജേഷ് ചർച്ച പൂർത്തിയാക്കാൻ സമയപരിമിതിയുണ്ട്. വസീഫ്, അതായത് നിജേഷ് ഒറ്റ ചോദ്യമേ ഉള്ളായിരുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യം പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? നിജേഷ്, ഈ ചോദ്യമാണ്, നിങ്ങൾ പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യമുണ്ടോ? ഞങ്ങളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാ. ഇനി ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞതാ. ഇനി കൈരളി ചാനൽ ഒരു ദിവസം കൊണ്ട് ഇരുത്തി പറയും, അല്ല, നിങ്ങൾ സഖ്യമുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. അത് തന്നെയാണ് നിജേഷ്. സമയപരിമിതി മൂലം ഞാൻ ചർച്ചയുടെ അവസാനം. പക്ഷേ നിജേഷ്, ഒരു കാര്യം, ഈ ചർച്ച ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ, ചർച്ച സംഗ്രഹിക്കുമ്പോൾ നിജേഷ്, സാധാരണഗതി നിജേഷ് സമയം വെച്ചിട്ടല്ല, വസീഫിന്റെ മൈതാന പ്രസംഗം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം പ്രശ്നമില്ലായിരുന്നു. അതല്ല നിജേഷ്, ഈ ചർച്ച കണ്ടുകൊണ്ടിരുന്നവർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിജേഷ് പറഞ്ഞത്, കേരളം കേട്ടത്, കൈരളി പ്രേക്ഷകർ കേട്ടത് 4 കാര്യങ്ങളാണ്. ഒന്നൊരു ശബരിമല, ഒന്നൊരു PM ശ്രീ, ഒന്ന് ASF. ഇത് മാത്രമാണ് കേട്ടത്. 2015 മുക്കം. നിങ്ങളോട് ചോദിച്ച് എം ജയശങ്കർ ചോദിച്ച ചോദ്യമാണ്, ഇലക്ട്രേറ്റിനോട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ആ ചോദ്യം നിങ്ങൾ മറുപടി പറഞ്ഞോ? നിങ്ങളുടെ ഉത്തരവാദിത്വം ഇതാണോ? കൈരളി ചാനൽ നിങ്ങളെ പ്രസംഗം കേൾപ്പിച്ചു, എന്തിന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണം? നിങ്ങളോട് ചോദിച്ച ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ തീരുമായിരുന്നു നിജേഷ്. ഈ പ്രശ്നം ഏതായാലും നിജേഷ്, ഈ പ്രസംഗം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 4 വാക്കുകളെ കേട്ടുള്ളൂ. അതിലൊന്ന് ശബരിമല, ഒന്ന് PM ശ്രീ, ഒന്ന് ASF, 2015 മുക്കം. അതല്ല നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടിയിരുന്നതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.